ഓം ശ്രീ സായിരാം. എൻ്റെ സ്കൂൾ ജീവിതത്തിനിടയ്ക്കുണ്ടായ ചില അനുഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. തുടർന്ന് SSLC കഴിഞ്ഞ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നതോടെ കൗമാരസഹജമായ ചാബല്യങ്ങളിൽ കൂടുതൽ തൽപരനാവുകയും ഭജനകളിലും മറ്റ് ആധ്യാത്മിക കാര്യങ്ങളിലുമുള്ള ശ്രദ്ധ കുറയുകയും ചെയ്തു. പിന്നീട് ബിരുദ പഠനത്തിന് ശേഷം ഒരു തൊഴിലന്വേഷകനായി കഴിയുന്ന കാലത്താണ് സ്വാമിയുടെ പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും ധാരാളമായി വായിക്കുവാനും മനസ്സിലാക്കുവാനും സാഹചര്യമുണ്ടായത്. അക്കാലത്ത് ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങുകയുണ്ടായി. പ്രൈവറ്റായി ബിരുദാനന്തര ബിരുദ പഠനവും ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപനവുമായി കഴിയുന്ന കാലത്ത് ധാരാളമായി സായി സാഹിത്യം വായിക്കുവാൻ ഇടവന്നു. അക്കാലത്ത് കുറച്ച് ഗൗരവമായി സ്വാമിയെ സമീപിക്കുവാനും അറിയുവാനുമുള്ള സാഹചര്യമുണ്ടായി. ആ പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും പോലെ ഞാനും ഒരു മാന്യമായ തൊഴിലിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. അക്കൂട്ടത്തിൽ റെയിൽവേയിൽ സീനിയർ ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്കും അപേക്ഷ അയച്ചിരുന്നു. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ടെസ്റ്റ് എഴുതി, ടെസ്റ്റ് പാസ്സായി. കോയമ്പത്തൂരിൽ ഇൻ്റർവ്യൂ. പലരും പറഞ്ഞു റെയിൽവേയിൽ ജോലി കിട്ടണമെങ്കിൽ ശുപാർശ വേണം, അവിടെ ജോലിയുള്ളവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അവർ ജോലി കൊടുക്കുകയുള്ളൂ, ഇൻ്റർവ്യൂ എല്ലാം വെറും പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഇൻ്റർവ്യൂ റൂമിൽ ചെന്നു. ഔപചാരികമായ പരിചയപ്പെടലിന് ശേഷം ബോർഡിലുള്ളവർ പൊതുവായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചിരിച്ച് സമയം കളയുന്നതായി എനിക്ക് തോന്നി. ഞാൻ പോരുമ്പോൾ ചില അനുഭവസ്ഥർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു. ഇതൊരു പ്രഹസനമാണ് എന്ന് എനിക്കും തോന്നി തുടങ്ങി. അവർ എന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഞാൻ യാന്ത്രികമായി എൻ്റെ വിരലിൽ കിടന്ന മോതിരത്തിൽ തലോടിക്കൊണ്ട് താഴോട്ട് നോക്കിയിരുന്നു. പെട്ടെന്ന് ബോർഡ് ചെയർമാൻ എന്നെ ശ്രദ്ധിക്കുന്നതായി എനിക്ക് തോന്നി. അദ്ദേഹം എൻ്റെ ചേഷ്ടകൾ ശ്രദ്ധിക്കുകയും എൻ്റെ വിരലിൽ കിടന്ന മോതിരം കാണുകയും ചെയ്തു. ഞാൻ കുറ്റബോധത്തോടെ വിരൽ ഓടിക്കൽ നിർത്തി നിവർന്നിരുന്നു. അദ്ദേഹം വീണ്ടും ഇൻ്റർവ്യൂ തുടർന്നു. വളരെ കാര്യമാത്ര പ്രസക്തമായി ഞാൻ പഠിച്ച വിഷയങ്ങൾ സ്പർശിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ തൃപ്തികരമായി മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയും ഇൻ്റർവ്യൂ പൂർത്തിയാക്കി ഞാൻ പുറത്തു വരികയും ചെയ്തു. താമസിയാതെ എനിക്ക് സതേൺ റെയിൽവേയിൽ നിന്ന് നിയമന ഉത്തരവ് ലഭിച്ചു. അന്ന് എൻ്റെ കയ്യിൽ കിടന്നിരുന്നത് അച്ഛൻ പുട്ടപർത്തിയിൽ പോയപ്പോൾ കൊണ്ടുവന്ന് തന്ന സ്വാമിയുടെ ചിത്രമുള്ള മോതിരമായിരുന്നു. അതിലായിരുന്നു ഞാൻ അറിയാതെ തെരുപ്പിടിച്ചു കൊണ്ടിരുന്നത്. അത് ശ്രദ്ധിച്ച ബോർഡ് ചെയർമാൻ തീർച്ചയായും ഒരു സായി ഭക്തനായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇൻ്റർവ്യൂവിൻ്റെ ഗതി മാറിയത്. പിന്നീട് ജീവിതത്തിലെ ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിലും സ്വാമിയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. റെയിൽവേയിൽ ജോലിക്കായി സതേൺ റെയിൽവേയുടെ ചെന്നൈ റീജിയണൽ ഓഫീസിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്. അതിനായി കുറേ ദിവസങ്ങൾ അനുവദിച്ചിരുന്നു. ഞാനൊരു ട്യൂട്ടോറിയൽ നടത്തുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് കുട്ടികളെ വഴിയാധാരമാക്കി പോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സുകൾ ഒരുവിധം തീർത്ത് മറ്റുള്ള സുഹൃത്തുക്കളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറിയത്. അപ്പോഴേക്കും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അവിടെ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന എൻ്റെ നാട്ടുകാരനായ 2 സുഹൃത്തുക്കളുടെ ഒപ്പമാണ് ഞാൻ തങ്ങിയത്. പിറ്റേന്ന് സതേൺ റെയിൽവേയുടെ ഓഫീസിൽ ചെന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിച്ചു. ഡോക്യുമെൻറ്റ്സ് പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ ചെക്കപ്പിനായി പിറ്റേന്ന് രാവിലെ വരാൻ പറഞ്ഞു. പിറ്റേന്ന് ചെന്നപ്പോൾ ഡോക്ടർ ലീവിൽ. ഇനി 3 ദിവസം കഴിഞ്ഞ് ചെക്കപ്പ് ഉള്ളൂ. 3 ദിവസം കൂടി കടന്നുപോയി. 4-ാം ദിവസം മെഡിക്കൽ ചെക്കപ്പ് പൂർത്തിയാക്കി പിറ്റേന്ന് വീണ്ടും ഓഫീസിലെത്തി. അന്ന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ
ഞാൻ സെക്ഷനിലേക്ക് ചെന്നു. അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥയായ സ്ത്രീ വളരെ സഹതാപത്തോടു കൂടി അന്ന് രാവിലെ വന്ന ഒരു സർക്കുലർ എന്നെ കാണിച്ചു. ഏത് പോസ്റ്റിലേക്കാണോ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റിലേക്കുള്ള തുടർ നിയമനങ്ങൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ പോസ്റ്റിലേക്ക് മറിച്ചൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഇനി ആരെയും നിയമിക്കാൻ അനുവാദമില്ലെന്ന് വിശദീകരിക്കുന്ന ഒരു സർക്കുലറായിരുന്നു അത്. തലേന്ന് വരെ ജോലിയിൽ പ്രവേശിച്ചവർക്ക് തുടരാം. ലിസ്റ്റിൽ നിന്നും പുതിയതായി ആരെയും നിയമിക്കാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ശേഷം അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ശ്രീ സായിറാം.